നമസ്കാരം. 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ ബജറ്റ് ഇന്ന് രാവിലെ 9-ന് ധനമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയിൽ അവതരിപ്പിച്ചിരിക്കുന്നു. അടുത്ത 5 വർഷം സംസ്ഥാനത്ത് നടപ്പിലാക്കാൻ പോകുന്ന സമഗ്ര വികസനങ്ങളുടെ ദിശാസൂചികയായിരിക്കും ബജറ്റെന്ന് ആമുഖത്തോടെയുള്ള ബജറ്റ് അവതരണം. പക്ഷെ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളുടെ ഒരു വിഷ് ലിസ്റ്റ് മാത്രമായാണ് ബജറ്റ് പ്രഖ്യാപനത്തെ ഇടതുപക്ഷം കാണുന്നത്. ഭാവി കേരളത്തെക്കുറിച്ച് എന്തെങ്കിലും ദിശാസൂചിക നൽകാൻ വി ഡി സതീശന് കഴിഞ്ഞോ? ആരെല്ലാം തഴയപ്പെട്ടു? പ്രഖ്യാപിച്ച വൻ പദ്ധതികൾക്ക് എങ്ങനെ തുക കണ്ടെത്തും? മിഡിൽ ഈസ്റ്റ് ഡിബേറ്റിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ അഖില രവീന്ദ്രൻ. ചോദിക്കാനുള്ളത്, വി ഡി എസ് ബജറ്റ് നൽകുന്ന ഗ്യാരണ്ടി എന്താണ്? ചർച്ചയിൽ പങ്കെടുക്കുന്നത് അഡ്വക്കേറ്റ് അജി കുര്യാക്കോസ്, ഇൻകാസ് ഗ്ലോബൽ കമ്മിറ്റി, ഷമീർ ടി പി ഇടത് സഹയാത്രികൻ, ബിനോയ് രാജൻ BJP സഹയാത്രികൻ. ആദ്യം അഡ്വക്കേറ്റ് അജി കുര്യാക്കോസിലേക്കാണ്. ശ്രീ അജി കുര്യാക്കോസ്, ഈ ബജറ്റ് ഒരു വിഷ് ലിസ്റ്റ് മാത്രമാണ് എന്നതാണ് ഇടതുപക്ഷം മുന്നോട്ട് വയ്ക്കുന്ന ഒരു ചോദ്യം. ആ ചോദ്യത്തിന്റെ ഉത്തരം അറിയേണ്ടതുണ്ട്. അതുമാത്രമല്ല, യാഥാർത്ഥ്യ ബോധ്യത്തോടെയാണോ ഈ ബജറ്റ്? 2026-27 വർഷത്തെ ഒരു പരിഷ്കരിച്ച ബഡ്ജറ്റാണ് ഇപ്പൊ നമ്മൾ അവതരിപ്പിച്ചിട്ടുള്ളത്. അത് ആദ്യം മനസ്സിലാക്കണം. നമുക്കറിയാം, ഇതിനു മുമ്പ് നമ്മൾ പല ബഡ്ജറ്റുകളും കണ്ടിട്ടുണ്ട്. ഈ ബഡ്ജറ്റുകളിലെല്ലാം നമുക്ക് ചിലപ്പോൾ നടപ്പാക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും കയ്യടി നേടുന്ന പല ബഡ്ജറ്റുകളും ഉണ്ടായിട്ടുണ്ട്. മാണി സാറിന്റെ ബഡ്ജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് പറയാനില്ല, അതിൽ കുറേ കാര്യങ്ങൾ പറയും. അപ്പൊ ആ കാര്യങ്ങൾ ചിലപ്പോൾ പലതും നടപ്പിലാക്കാൻ പറ്റിയിട്ടില്ല. ഞാനൊരു UDF അനുഭാവി കൂടിയാണെങ്കിൽ കൂടി ഞാൻ പറയുകയാണ്. മറ്റൊരു ബഡ്ജറ്റ് നമ്മൾ 2-3 ബഡ്ജറ്റ് കണ്ടിട്ടുള്ളത്, ഒന്ന് ഐസക് സാറിന്റെ ബഡ്ജറ്റാണ്, മറ്റൊന്ന് ശ്രീ ബാലഗോപാലിന്റെ ബഡ്ജറ്റാണ്. ഇതിനകത്ത് പറയുന്നത് വളരെ ഒരു തിയററ്റിക്കൽ ആയിട്ടൊരു ബഡ്ജറ്റ് എന്ന് പറയുന്നത്. എന്താണ് പറയുന്നതെന്ന് അറിയില്ല. കുറെ കവിതകളും കുറെ ഷേക്സ്പിയറിന്റെ കുറെ വാചകങ്ങളൊക്കെ കുത്തി നിറച്ചുള്ള ബഡ്ജറ്റാണ്. ഇത് വളരെ ലളിതമായിട്ടുള്ള ബഡ്ജറ്റാണ്. UDF സർക്കാരിന്റെ പുതുയുഗ കേരളം എന്ന സ്വപ്നത്തിലേക്ക് ചുവടുവെക്കുന്ന പ്രഖ്യാപനവുമായിട്ടാണ് മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ ഈ ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടുള്ളത്. നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. തുടക്കത്തിൽ തന്നെ ആദ്യം തന്നെ പറഞ്ഞിട്ടെ, പ്രവാസികൾക്ക് വേണ്ടിയിട്ടുള്ള പ്രവാസികളുടെ സാധാരണ പ്രവാസികളുടെ റെമിറ്റൻസ് മണിയാണ് ഉണ്ടായിട്ടുള്ളത്. അതിനെ മാറ്റിക്കൊണ്ടൊരു ഇൻവെസ്റ്റ്മെന്റ് എക്കണോമി ആക്കാനുള്ള റെമിറ്റൻസ് എക്കണോമിയാണ് പ്രവാസികളുടേത്. കാരണം അവർ പൈസ ഇടുന്നു, അതിൽ നിന്നൊരു എക്കണോമിയാണ്. നേരെ മറിച്ച് ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് എക്കണോമിയാക്കി മാറ്റുന്നതിനുള്ള വലിയൊരു, നമ്മൾ ഈ പ്രവാസ ലോകത്ത് ഇരിക്കുമ്പോൾ വളരെ വലിയൊരു പ്രഖ്യാപനമാണ് നടന്നിട്ടുള്ളത്. അതായത് ഇതിപ്പോ ഒരു സാധാരണക്കാർ, പണക്കാരെ മാത്രമല്ല, സാധാരണ മധ്യവർഗത്തിൽപ്പെട്ട എല്ലാവർക്കും ഈ ഒരു പൈസ നമുക്ക് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇടത്തക്കാർക്കും എല്ലാവർക്കും ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് ഒരു ഷെയർ ഇഷ്യൂ ചെയ്യും. ആ ഷെയർ ഇഷ്യൂ ചെയ്യുന്നതിന്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ പ്രവാസ ലോകത്തിരിക്കുന്ന നമ്മൾ പ്രവാസ ലോകത്തിലിരിക്കുമ്പോൾ അപ്പൊ ഇൻവെസ്റ്റ് ചെയ്ത പൈസയ്ക്ക് നമ്മുടെ പ്രവാസം കഴിഞ്ഞ് തിരിച്ച് നാട്ടിലേക്ക് എത്തുമ്പോൾ നമുക്ക് ആ ഷെയറിൽ നിന്നുള്ള വരുമാനം നമുക്ക് കിട്ടുകയാണ്. നമ്മൾ മനസ്സിലാക്കണം, ഇത്രയും വർഷമായിട്ട് കേരളത്തിൽ നടപ്പിലാക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അത് ഞാൻ പ്രവാസികളെ കുറിച്ച് പറഞ്ഞു വെക്കാം. അടുത്തത്, യുവാക്കളുടെ ഉന്നത വിദ്യാഭ്യാസത്തിന് അവർ തൊഴിൽ തേടിയുള്ള കുടിയേറ്റം കുറയ്ക്കാനുള്ള ഒരു വലിയൊരു പദ്ധതിയാണ് കൊണ്ടിരിക്കുന്നത്, നോളജ് വാലി എന്ന പദ്ധതി. 100 കോടി രൂപയാണ് അതിന് അനുവദിച്ചിട്ടുള്ളത്. പിന്നെ IIT മാതൃകയിലുള്ള എഞ്ചിനീയറിംഗ് കോളേജുകൾ ബന്ധിപ്പിച്ചിട്ടുള്ള ഒരു റിസർച്ച് പാർക്ക് 60 കോടി രൂപ നീക്കി വെച്ചിട്ടുണ്ട് ബഡ്ജറ്റിൽ. തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ ഗ്ലോബൽ ജോബ് ടവർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. നമ്മൾ ഒരു ബഡ്ജറ്റിനെ വിമർശിക്കുമ്പോൾ ഇത് വളരെ പ്രായോഗികമായിട്ട് നടപ്പിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ഈ ബഡ്ജറ്റിൽ അവതരിപ്പിച്ചിട്ടുള്ളൂ. വിദേശ വിദ്യാർത്ഥികൾക്ക് കേരളത്തിൽ ഒന്ന് പഠിക്കാൻ അവസരം ഒരുക്കുന്ന സെമസ്റ്റർ ഇൻ കേരള എന്ന പദ്ധതി, അത് വീണ്ടും പുനരാരംഭിച്ചിരിക്കുകയാണ്. മുമ്പുണ്ടായിരുന്ന ഒരു പദ്ധതിയാണ്, അത് വീണ്ടും പുനരാരംഭിച്ചിരിക്കുകയാണ്. ബിരുദധാരികൾക്ക് വേഗത്തിൽ ജോലി ലഭിക്കാൻ സഹായിക്കുന്ന ബ്രിഡ്ജ് പ്രോഗ്രാമുകളും കോഴ്സുകളും നടപ്പിലാക്കും. നമ്മൾ മനസ്സിലാക്കേണ്ട എല്ലാ മേഖലകളിലും, ഒരു മേഖലയിൽ എല്ലാ മേഖലകളിലും ഇത് നടപ്പിലാക്കാൻ പറ്റുന്ന പദ്ധതികൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇത്തരം കാര്യങ്ങൾ, ഇപ്പം വയനാട് ട്രൈബൽ സർവകലാശാല എന്ന് പറഞ്ഞു, തദ്ദേശ വിജ്ഞാന മേഖല എന്ന് പറയുന്നു. ഇതൊക്കെ നമ്മൾ ഈ ബഡ്ജറ്റ് നമ്മൾ എടുത്തു നോക്കുമ്പോൾ ഇത് നമുക്ക് നടപ്പിലാക്കാൻ പറ്റും. നാളെ ഈ കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയും അതുപോലെ തന്നെ കേരളത്തിലെ ഈ അവസ്ഥകൾക്ക് ഒരു മാറ്റം വരുത്തുന്ന ഒരു ബഡ്ജറ്റാണ് നമ്മൾ അവതരിപ്പിച്ചിട്ടുള്ളത്. നമുക്ക് ചില കാര്യങ്ങൾ ഇപ്പം ഈ പദ്ധതികളെല്ലാം നടപ്പിലാക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. ഇത് കുറെ പദ്ധതികളുണ്ട്, നമുക്ക് എല്ലാവരും കേട്ടിട്ടുള്ളതാണ്. ഇത് ഈ പദ്ധതികൾ ഞാൻ വീണ്ടും എടുത്തു പറയുന്നില്ല. പക്ഷെ ഇതിൽ പ്രധാനപ്പെട്ട ഒരു വിഷയം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, ഈ പല പ്രൊജക്ടുകളും കൊണ്ടുവരും. നമുക്കറിയാം, ഈ പ്രൊജക്ടുകൾ കൊണ്ടുവരുമ്പോൾ ഈ പ്രൊജക്ടുകൾ തുടങ്ങുന്ന കാലത്ത് ഇപ്പൊ ബഡ്ജറ്റിൽ അവതരിപ്പിക്കുന്ന ഒരു പ്രൊജക്ട്, ഒരു പാലം പണി, 30 കോടി രൂപയുടെ ഒരു പാലം പണി, ഇത് 2026-27 കാലഘട്ടത്തിൽ ഈ ബഡ്ജറ്റിൽ അവതരിപ്പിച്ചപ്പോൾ ഇതിന് 30 കോടി രൂപയാണ് ചെലവ്. ഇത് 1 കൊല്ലം കൊണ്ടോ അല്ലെങ്കിൽ 2 കൊല്ലം കൊണ്ടോ സമയബന്ധിതമായിട്ട് തീർക്കേണ്ട ഒരു പദ്ധതിയാണ്. ഈ പദ്ധതി നീണ്ടുപോകുന്നത് 6 കൊല്ലം 7 കൊല്ലം. ഈ പദ്ധതി കഴിയുമ്പോൾ അതിന് 30 കോടി എന്നുള്ളത് 300 കോടിയായിട്ട് മാറുന്നു.
ഇവിടെയാണ് ഏറ്റവും വലിയ പ്രശ്നം. പ്രൊജക്ട് ഇംപ്ലിമെന്റേഷൻ എന്ന് പറഞ്ഞ പദ്ധതി. ഈ പ്രൊജക്ട് ഇംപ്ലിമെന്റേഷൻ എങ്ങനെയാണ്? ഈ 3 വർഷം കൊണ്ട് തീർക്കേണ്ട പദ്ധതി, 1 വർഷം കൊണ്ട് തീർക്കേണ്ട പദ്ധതി 3 കൊല്ലം 4 കൊല്ലം നീണ്ടു പോകുമ്പോൾ പദ്ധതിയുടെ ചെലവ് കൂടുന്നു. അപ്പൊ അതുകൊണ്ടാണ് പലപ്പോഴും കേരളത്തിലെ ഇത് എക്സ്ചക്കറിൽ ബാധിക്കുന്ന സംഭവമാണ്. കേരളത്തിൽ അപ്പോൾ പല ഭാഗത്തു നിന്നും പൈസ എടുക്കേണ്ടതായിട്ട് വരും. നമുക്ക് ആ പൈസ നമ്മൾ ഇതിലേക്ക് വിനിയോഗിക്കേണ്ടതായിട്ട് വരും. പല ക്ഷേമ പദ്ധതികളിൽ ഉൾപ്പെടേണ്ട പൈസ നമ്മൾ ഇതിലേക്ക് വിനിയോഗിക്കേണ്ടി വരും. അങ്ങനെ ഈ പദ്ധതി പൂർത്തീകരിക്കും. ഈ പദ്ധതി പൂർത്തീകരിക്കുമ്പോൾ തികച്ചും പരാജയമായിരിക്കും. ഒരു മിനിറ്റ്, അതിന് വന്നിട്ടുള്ള ഒരു ഏറ്റവും വലിയ സംഭവമാണ് ഒരു പ്രൊജക്ട് ഇംപ്ലിമെന്റേഷൻ പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് ഒരു പ്രോട്ടോകോൾ തീരുമാനിക്കുകയാണ്. അതിന് ഉദ്യോഗസ്ഥരെല്ലാവരും അക്കൗണ്ടബിൾ ആയിരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഇപ്പൊ നമ്മൾ ഒരു ഉദ്യോഗസ്ഥരാണെങ്കിൽ, ഈ പ്രൊജക്ടിന്റെ മേലധികാരിയാണെങ്കിൽ, ഈ പ്രൊജക്ട് 1 കൊല്ലം കൊണ്ട് തീർക്കേണ്ട പ്രൊജക്ട് ആണെങ്കിൽ അത് 1 കൊല്ലം കൊണ്ട് തീർത്തില്ലെങ്കിൽ ഐ ആം അക്കൗണ്ടബിൾ ഫോർ ദാറ്റ്. അപ്പൊ ഈ അക്കൗണ്ടബിലിറ്റി ഇല്ലാത്തത് കൊണ്ടാണ് കേരളത്തിൽ ഇത്തരം കാര്യങ്ങളൊക്കെ വരുന്നത്. ഒരു നികുതി വർധന ഉണ്ടായിട്ടുണ്ടോ മാഡം? നിങ്ങൾ ആലോചിക്കും, ഒരു ഏതെങ്കിലും ഒരു സ്ഥലത്ത് നികുതി വർദ്ധിപ്പിച്ചിട്ടുണ്ടോ? ഇപ്പൊ എന്റെ സുഹൃത്ത് പറയാൻ പോകുന്നത് സ്വകാര്യ നിക്ഷേപം സ്വീകരിക്കും. സ്വകാര്യ നിക്ഷേപം സ്വീകരിക്കുന്നുണ്ട്, തെറ്റ്. അതിലേക്കെല്ലാം വരാം ശ്രീ അജി കുര്യാക്കോസ്. അടുത്ത ഘട്ടത്തിലേക്ക് ആ കാര്യങ്ങളിലേക്കൊക്കെ വരാം. എന്തായാലും താങ്കൾ സൂചിപ്പിച്ച ഈ യുവാക്കൾക്കായിട്ടുള്ള പ്രത്യേക പദ്ധതിയും അതിലുമൊക്കെ പ്രശ്നങ്ങളുണ്ട്. ഇതിപ്പോൾ തൊഴിലധിഷ്ഠിതമായിട്ടല്ല ആ വിദേശ വിദ്യാഭ്യാസം നിലനിൽക്കുന്നത്. അങ്ങനെ അത് പുതിയ കടമായ 52,364 കോടിയിൽ 2/3 റവന്യൂ കമ്മി നികത്താനാണ്. ആസ്തി സൃഷ്ടിക്കാൻ 1/3 മാത്രമാണ് അതിൽ ഉള്ളത്. അപ്പോൾ ഇതെല്ലാം വിമർശനാത്മകമായി പരിശോധിക്കേണ്ടത് തന്നെയാണ്. ഷമീർ ടി പിയിലേക്ക് ഞാൻ പോവുകയാണ്. ശ്രീ ഷമീർ ടി പി, LDF സാമ്പത്തിക അച്ചടക്കം പാലിച്ചിട്ടുണ്ടായിരുന്നില്ല, അതാണ് സംസ്ഥാനം ഇങ്ങനൊരു വിധത്തിലേക്ക് എത്തിപ്പെട്ടത് എന്നൊരു ആരോപണം ഉയർത്തുന്നുണ്ട്. അതിപ്പോൾ ബജറ്റ് പ്രഖ്യാപന ദിവസമാണെങ്കിലും ധവളപത്ര ദിവസമാണെങ്കിലും അത് ഊന്നിക്കൊണ്ടാണ് അവർ അത് പ്രഖ്യാപിക്കുന്നതും. അപ്പോൾ അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഒപ്പം ഈ ബജറ്റിനെ ഇടതുപക്ഷം എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അഖില, സാധാരണ ഏതൊരു പുതിയ സർക്കാരും അവരുടെ ആദ്യത്തെ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ തീർച്ചയായും ഒരുപാട് പ്രതീക്ഷാ നിർഭരവും സ്വപ്ന തുല്യവുമായിരിക്കും. കാരണം ജനങ്ങൾക്ക് ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകിയാണല്ലോ അവർ അധികാരത്തിലേക്ക് വരുന്നത്. പക്ഷെ കഴിഞ്ഞ ഒരു 2 പതിറ്റാണ്ടിനിടയ്ക്ക് വലിയ ഭൂരിപക്ഷത്തോടെ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു സർക്കാർ ജനങ്ങൾക്ക് മുമ്പിൽ എന്ന് അവതരിപ്പിച്ച ബഡ്ജറ്റ് തീർച്ചയായും വളരെ നിരാശാഭരിതമായിരുന്നു. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചു നിന്ന വലിയ സ്വപ്നനിർഭരമായ ഒരു ബഡ്ജറ്റ് ആയിരിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചു. സത്യമാണ്, സ്വപ്നം മാത്രമേ ഉള്ളൂ. പക്ഷെ നമുക്ക് ഒരുപാട് വാഗ്ദാനങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ പോലെ ബഡ്ജറ്റിലും നിരവധി വാഗ്ദാനങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പക്ഷെ അതിനൊന്നും കൃത്യമായ പണമോ കൃത്യമായ പദ്ധതികളോ ഇല്ല. എന്റെ ചാനൽ ചർച്ചയിൽ പങ്കെടുത്ത ഇപ്പോൾ കോൺഗ്രസ് സുഹൃത്ത് പറയുകയുണ്ടായി, യാഥാർത്ഥ്യവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അതല്ലെങ്കിൽ യാഥാർത്ഥ്യവുമായി ഇണഞ്ഞു നിൽക്കുന്ന വികസന സങ്കല്പങ്ങൾ അതല്ലെങ്കിൽ പദ്ധതികൾ മാത്രമേ മുന്നോട്ട് വെച്ചിട്ടുള്ളൂ എന്നത്. പക്ഷെ ഞാൻ പറയട്ടെ, ഇതിലൊരു പദ്ധതിയെ മാത്രം തുറന്നു കാണിച്ചുകൊണ്ട് ഞാൻ പറയാം. ഇപ്പോൾ തിരുവനന്തപുരത്തും ഹരിപ്പാടുമൊക്കെ മെഡിക്കൽ കോളേജുകൾക്ക് വേണ്ടി 100 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. നമുക്കറിയാം, കോട്ടയത്ത് ഒരു സ്പെഷ്യൽ ബ്ലോക്കിന് വേണ്ടി മാത്രം നമുക്ക് അടുത്ത് ചെലവായ തുക 375 കോടി രൂപയാണ്. അപ്പോൾ എത്രത്തോളം യാഥാർത്ഥ്യവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രഖ്യാപനങ്ങളാണ് ഇപ്പോൾ വി ഡി സതീശൻ മുന്നോട്ട് വെച്ചിട്ടുള്ളത് എന്ന് നമുക്കറിയാം. ഇപ്പോൾ അദ്ദേഹത്തിന്റെ ബഡ്ജറ്റ് പുറത്തു വന്നതോടുകൂടി സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ പറഞ്ഞ ഒരു കാര്യം, അത് സാമൂഹ്യക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഞങ്ങൾ അധികാരത്തിലെത്തിയാൽ ആദ്യത്തെ ബഡ്ജറ്റിൽ ഞങ്ങൾ പ്രഖ്യാപിക്കാൻ പോകുന്നത് ഈ സാമൂഹ്യക്ഷേമ പെൻഷൻ ഉയർത്തിക്കൊണ്ടുള്ള പ്രഖ്യാപനമായിരിക്കും. നിങ്ങൾ കാത്തിരിക്കൂ എന്നുള്ളതാണ് അദ്ദേഹം പ്രഖ്യാപിക്കുന്നത് പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ. എന്നാൽ സാമൂഹ്യക്ഷേമ പെൻഷനുമായി ഒരു പരാമർശം നടത്താൻ ഇന്നത്തെ മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല എന്നുള്ളത് തീർത്തും നിരാശാജനകമാണ്. അത് മാത്രമല്ല, വാക്കാണ് ഏറ്റവും വലിയ വാക്ക്. അതിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് കഴിഞ്ഞയാഴ്ച അദ്ദേഹം തിരുവനന്തപുരത്തെ സർക്കാർ ജീവനക്കാരുടെ ഒരു സമ്മേളനത്തിൽ സംസാരിക്കുന്നത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത്, ഞാൻ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിന് മുമ്പ് ബഡ്ജറ്റിലെ കാര്യങ്ങൾ പുറത്തു പറയുന്നതിൽ ഒരു ഔചിത്യക്കുറവുണ്ട്. എങ്കിൽ കൂടി ഞാൻ സർക്കാർ ജീവനക്കാരോട് പറയട്ടെ, നിങ്ങളെ കാത്തിരിക്കുന്നത് വിസ്മയങ്ങളാണ് എന്നുള്ളതാണ്. എന്നാൽ സർക്കാർ ജീവനക്കാർക്ക് വേണ്ടി എന്തെങ്കിലും ഒരു വിസ്മയങ്ങൾ അദ്ദേഹം പുറത്തുവെച്ചതായോ അതല്ലെങ്കിൽ ബഡ്ജറ്റിൽ പറഞ്ഞതായോ ഞാൻ കേട്ടിട്ടില്ല. അഖില കേട്ടിട്ടുണ്ടെങ്കിൽ അതൊന്നും അതിനെ തിരുത്തണം. അത് മാത്രമല്ല, ഇപ്പോൾ കേരളത്തിൽ നമുക്കറിയാം, നമ്മുടെ ഇന്ത്യ മഹാരാജ്യം ഏറ്റവും നേരിടുന്ന പ്രതിസന്ധി എന്ന് പറയുന്നത് തൊഴിലില്ലായ്മയാണ്. എന്നാൽ ഈ തൊഴിലില്ലായ്മയെ
തൊഴിലില്ലായ്മ പരിഹരിക്കാനോ അതല്ലെങ്കിൽ യുവാക്കളോട് സംവദിക്കാനോ ഈ ബഡ്ജറ്റ് ഒരിക്കലും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും നിരാശാജനകമായിട്ടുള്ള കാര്യം. ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ കൂടുതൽ ഇൻഷുറൻസിനെ പറ്റി അതല്ലെങ്കിൽ ഇപ്പോൾ യു ഡി എഫ് അധികാരത്തിലെത്തുന്നതിന് മുമ്പേ മുന്നോട്ട് വെച്ച കുടുംബങ്ങൾക്ക് വേണ്ടിയുള്ള ഇൻഷുറൻസിനെ കുറിച്ചൊക്കെ കൂടുതൽ കാര്യങ്ങളിലേക്ക് സംസാരിക്കാമെന്ന് ഞാൻ കരുതുന്നു. ആദ്യമായി ഒരു ബഡ്ജറ്റിനോടുള്ള പ്രതികരണം എന്ന രീതിയിൽ പൂർണ്ണമായും നിരാശാജനകമായ ഒരു ബഡ്ജറ്റ് എന്നാണ് ആദ്യത്തെ പ്രതികരണം എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, എന്തായാലും ബിനോയ് രാജനിലേക്ക് പോവുകയാണ് BJP പ്രതിനിധി. ശ്രീ ബിനോയ് രാജൻ, കേന്ദ്ര പദ്ധതികളുടെ പേരുമാറ്റി പ്രഖ്യാപിക്കലാണ് നടന്നിട്ടുള്ളത്, ആ കേന്ദ്ര നയങ്ങളുടെ പേരുമാറ്റലാണ് നടന്നിട്ടുള്ളത് എന്ന വിമർശനമാണ് ഈ ബജറ്റുമായി ബന്ധപ്പെട്ട് BJP പ്രതിനിധികൾ മുന്നോട്ട് വെക്കുന്ന കാര്യം. എങ്ങനെയാണ് BJP ബജറ്റിനെ കാണുന്നത്? VD സതീശന്റെ ഈ ബഡ്ജറ്റ് കേൾക്കാൻ വളരെ മനോഹരം, വായിക്കുമ്പോൾ വളരെ സന്തോഷം തോന്നുമെങ്കിലും കൂടുതൽ അതിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് എവിടേക്ക് എന്തൊക്കെ ഒരു പാകപ്പിഴകൾ കാണുന്നുണ്ട്. കാരണം ഈ മനോഹരമായ പദ്ധതികൾ, സ്വപ്നതുല്യമായ ഒരു ബഡ്ജറ്റ് എന്ന രീതിയിൽ ഇതിനെ അവതരിപ്പിക്കുമ്പോൾ നമുക്കിതിനകത്ത് വരുന്ന ഒരു ആശങ്ക എന്ന് പറയുന്നത്, കടം കയറി മുടിഞ്ഞു നിൽക്കുന്ന ഈ കേരളത്തില് ഈ പദ്ധതികൾക്ക് അദ്ദേഹം എവിടെ നിന്ന് പണം കണ്ടെത്തും എന്നുള്ളതാണ്. ഈ ബഡ്ജറ്റിൽ അവതരിപ്പിച്ചേക്കുന്ന പദ്ധതികൾക്ക് അലോക്കേറ്റ് ചെയ്തേക്കുന്ന ഓരോ വകുപ്പിനും അലോക്കേറ്റ് ചെയ്തേക്കുന്ന പണത്തിന്റെ അളവ് നോക്കിയാൽ മാത്രം നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, സാമ്പത്തിക ഞെരുക്കം ഈ കേരളത്തെ എത്രത്തോളം ബാധിച്ചു എന്നുള്ളതാണ്. കാരണം ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ നമ്മുടെ മുന്നിൽ ഇതിനു മുമ്പ് ഈ ഗവൺമെന്റ് ഇറക്കിയ ഒരു ധവളപത്രം മുന്നിലുണ്ട്. അതിൽ ഏതാണ്ട് 5.07 ലക്ഷം കോടി കടത്തിന്റെ ഒരു കണക്ക് നമ്മുടെ മുന്നിലേക്ക് വെച്ചിട്ടാണ് VD സതീശന്റെ ഈ ഗവൺമെന്റ് ഈ ബഡ്ജറ്റിലേക്ക് വന്നിരിക്കുന്നത്. അതിൽ തന്നെ കിഫ്ബിയുടെ കടത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് യാതൊരു ധാരണയും കേരള സമൂഹത്തിന് മുന്നിൽ ഇതുവരെ വെച്ചിട്ടില്ല. കിഫ്ബിയുടെ കടം എത്ര ഉണ്ട്, അത് ഏത് രീതിയിൽ അതിനെ അക്കോമഡേറ്റ് ചെയ്യും എന്നതിനെ കുറിച്ച് യാതൊരു പിക്ചറും മലയാളിയുടെ മുന്നിൽ വെക്കാത്ത ഈ സർക്കാർ ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോഴും ആ വൈരുദ്ധ്യാത്മകമായിട്ടുള്ള പല പ്രശ്നങ്ങളെയും ഇതിനകത്ത് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. നോക്ക്, ഇവിടുത്തെ പൊതുകടം, കിഫ്ബിയുടെ കടം, വരുമാന വർധന അല്ലെങ്കിൽ നികുതി കുടിശ്ശിക എങ്ങനെ നമ്മൾ വീണ്ടെടുക്കും, പുതിയതായിട്ട് നികുതി വർധനയ്ക്കുള്ള എന്തൊക്കെ കാര്യങ്ങളുണ്ട് എന്നീ കാര്യങ്ങളിലെല്ലാം ഒരു തികഞ്ഞ ഒരു വ്യക്തതയില്ലായ്മ ഉള്ള ഒരു ബഡ്ജറ്റ് നമ്മുടെ മുന്നിൽ വന്നിരിക്കുകയാണ്. വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇതിനകത്ത് കിഫ്ബി ഈ ഗവൺമെന്റ് വരുന്നതിന് മുമ്പ് VD സതീശന്റെ ഏറ്റവും വലിയൊരു പ്രസ്താവന എന്ന് പറയുന്നത് കിഫ്ബി നിയമപരമല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചിരുന്നത്. പക്ഷെ ഈ ഗവൺമെന്റ് വന്ന് അതിന്റെ ആദ്യത്തെ ബഡ്ജറ്റിൽ തന്നെ കിഫ്ബിയെ കുറിച്ച് പഠിക്കാൻ പ്രത്യേക സമിതി എന്ന് പറയുമ്പോൾ തന്നെ എവിടെയോ ഒരു പൊരുത്തക്കേട് നമുക്ക് കണ്ടെത്താൻ പറ്റുകയാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അലോക്കേഷൻ. പറഞ്ഞ പദ്ധതികൾക്ക് അലോക്കേറ്റ് ചെയ്തിരിക്കുന്ന ഫണ്ടിന്റെ വാല്യൂ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഈ കേരളത്തില് നമ്മൾ അനുഭവിക്കുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടിന്റെ ഒരു ഏകദേശ ചിത്രം സാമാന്യ ജനത്തിന് പെട്ടെന്ന് കിട്ടും. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ വയോജനക്ഷേമം പ്രത്യേക വകുപ്പ് ഏർപ്പെടുത്തിയെന്ന് പറയുന്നു. പക്ഷെ അവിടെ ആ വകുപ്പിന് വേണ്ടി ഒരു ആദ്യത്തെ ടോക്കൺ എന്ന രീതിയിൽ കൊടുത്തേക്കുന്നത് 10 കോടി രൂപയാണ്. നമ്മുടെ കേരളത്തിലെ വയോജനത്തിന്റെ സംഖ്യ അവസാനത്തെ ഒരു 2020 ശേഷമുള്ള കണക്ക് പ്രകാരം നോക്കിക്കഴിഞ്ഞാൽ കേരള ജനസംഖ്യയുടെ ഏതാണ്ട് 20% വയോജനങ്ങൾ വരും എന്നാണ് നമ്മൾ കണക്കാക്കിയിരിക്കുന്നത്. എങ്കിൽ തന്നെയും ഏതാണ്ട് 70 ലക്ഷത്തോളം ആൾക്കാർ ഈ രാജ്യത്ത്, ഈ കൊച്ചു കേരളത്തില് വയോജന വിഭാഗത്തിൽപ്പെടുകയാണ്. ഈ 70 ലക്ഷം പേർക്ക് ഈ 10 കോടി രൂപ ഒരു ടോക്കൺ എന്ന നില, അല്ലെങ്കിൽ അടുത്ത ബഡ്ജറ്റ് വരെയുള്ള കാലയളവാണ് കണക്കാക്കുന്നതെങ്കിൽ പോലും ഈ 10 കോടി കൊണ്ട് ഈ പദ്ധതിയെ എങ്ങനെ മുന്നോട്ട് നയിപ്പിക്കും എന്നുള്ള ഒരു ചോദ്യം നമ്മുടെ മുന്നിലേക്കാണ്. ഈ 10 കോടി കൊടുക്കുമ്പോൾ തന്നെ മലപ്പുറത്ത് നമ്മൾ ഓർക്കണം, സ്റ്റേഡിയത്തിന് വേണ്ടി 100 കോടി കൊടുത്തിരിക്കുന്നു, ഫിലിം സിറ്റിക്ക് വേണ്ടി 100 കോടി കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഗവൺമെന്റിന്റെ പ്രയോറിറ്റി വയോജനം എന്ന് പറയുന്ന സ്വപ്ന പദ്ധതിയാണോ? കാരണം ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ VD സതീശൻ ഏറ്റവും ഊന്നിപ്പറഞ്ഞ ഒരു പദ്ധതി, കേരളം ഒരു വൃദ്ധസദനമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്, ഇവിടുത്തെ വൃദ്ധജനങ്ങളുടെ കരുതലും കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കണം എന്നാണ്. അതുപോലെ തന്നെ ഉമ്മൻചാണ്ടിയുടെ ഹെൽത്ത് ഇൻഷുറൻസ്, ഉമ്മൻചാണ്ടിയുടെ പേരിൽ 25 ലക്ഷം രൂപയാണ് അതിന് ഏർപ്പെടുത്തിയേക്കുന്നത്. ഈ ഗവൺമെന്റിന്റെ അടുത്ത ബഡ്ജറ്റ് വരുന്ന സമയം വരത്തേക്ക് ഈ 25 ലക്ഷം പെർ ഹെഡ് വെച്ച് കൊടുക്കാൻ ആദ്യത്തെ ടോക്കണായിട്ട് കൊടുത്തേക്കുന്നത് 10 കോടിയാണ്. നോക്കൂ, നമ്മുടെ ഈ നാട്ടില് മൊത്തം ഒരു 1 കോടിക്ക് അടുത്ത കുടുംബങ്ങള്, അതിലെ എല്ലാ ആൾക്കാരും വെച്ചിട്ട് ഇതിൽ ഒന്ന് അപേക്ഷ കൊടുത്തു തുടങ്ങിക്കഴിഞ്ഞാൽ തന്നെയും എത്ര പേർക്ക്, എനിക്ക് തോന്നുന്നു കൂടി വന്നു കഴിഞ്ഞാൽ ഒരു 100 പേർക്ക് പോലും ഈ തുക കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യമാണ്. പിന്നെ അതിനകത്ത് നമുക്ക് ആശങ്കപ്പെടേണ്ട കുറെ കാര്യങ്ങളുണ്ട്. ഭൂപരിഷ്കരണം,
അതുപോലെ തന്നെ 2500 കോടി രൂപയുടെ നികുതി കുടിശ്ശിക നിലനിൽക്കുമ്പോൾ തന്നെ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് എങ്ങനെ പൂർത്തിയാക്കാൻ പറ്റുമെന്നുള്ളതാണ്. അതുപോലെ ആരോഗ്യ മെഡിക്കൽ മേഖലയിൽ പുതിയ 2 മെഡിക്കൽ കോളേജുകൾ പ്രത്യേകം എടുത്തു പറയേണ്ട വിഷയമാണത്. കാരണം നിലവിലുള്ള സർക്കാർ ആശുപത്രികളും മെഡിക്കൽ കോളേജുകളുടെയും ശോചനീയാവസ്ഥ നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. എന്റെ നാട്ടിൽ തന്നെ ഏറ്റവും അവസാനം തുടങ്ങിയ മെഡിക്കൽ കോളേജ് കോന്നി മെഡിക്കൽ കോളേജാണ്. അവിടെ നിന്നും വളരെ രസകരമായ വാർത്തകൾ നിങ്ങൾ പത്രത്തിൽ തന്നെ കണ്ടു കാണും. ആ കോളേജിൽ ഓൾറെഡി ആ മെഡിക്കൽ കോളേജ് ഫംഗ്ഷനായി, അതിന്റെ ഉദ്ഘാടനം വളരെ ഗംഭീരമായിട്ട് നടത്തി, അത് ആഘോഷിച്ചു എല്ലാ രാഷ്ട്രീയ പാർട്ടികളും. പക്ഷേ അവിടെ തന്നെ കോഴ്സുകൾ തുടങ്ങി അവിടെ ഒരു വിദ്യാർത്ഥിനി വീണ് കഴിഞ്ഞപ്പോൾ ആ മെഡിക്കൽ കോളേജിൽ വീണ വിദ്യാർത്ഥിയെ വിദഗ്ധ ചികിത്സയ്ക്കായിട്ട് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ള വാർത്ത വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കണം തുടങ്ങി വെച്ച മെഡിക്കൽ കോളേജുകളുടെ അവസ്ഥ എന്താണ്. തിരുവനന്തപുരത്തെ ഒരു മെഡിക്കൽ കോളേജിന്റെ ICU അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളുണ്ട് ഈ ബജറ്റുമായി ബന്ധപ്പെട്ട് വിവിധ വിഷയങ്ങളിലും. അതുകൊണ്ട് നമുക്ക് ആ വിഷയങ്ങളിലേക്കൊക്കെ ആധികാരികമായി കടക്കാം, വളരെ വിശദമായി കടക്കാം ഇടവേളയ്ക്ക് ശേഷം. അഡ്വക്കേറ്റ് അജി കുര്യാക്കോസ്, ഇതൊരു സമ്പൂർണ്ണ ബജറ്റായൊന്നും കണക്കാക്കാൻ കഴിയില്ല, അത് തീർച്ചയാണ്. പക്ഷേ ഒരുപാട് പദ്ധതികൾ മുന്നോട്ട് വെക്കുന്നുണ്ട് ആദ്യ ബജറ്റ് എന്നോണം. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് ഈ സ്വകാര്യ നിക്ഷേപം ഒറ്റമൂലി കൊണ്ട് ഇതിനെല്ലാമുള്ള ഫണ്ട് വകയിരുത്താം, ഇതിനെല്ലാമുള്ള തുക വകയിരുത്താം എന്നൊരു ആത്മവിശ്വാസം ഉണ്ടോ സർക്കാരിന്? അത് സാധ്യമാണോ? ഞാന് ഈ ചർച്ച കേട്ടപ്പോഴേ ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കേണ്ടിയിരുന്നില്ല എന്നുള്ള രീതിയിലാണ് ചർച്ച മുന്നോട്ട് പോകുന്നത്. ഒരു ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം അവരുടെ പദ്ധതികൾ അവതരിപ്പിക്കുക എന്നുള്ളത് ആ ഗവൺമെന്റിന്റെ കർത്തവ്യമാണ്. അത് അവർ അവതരിപ്പിക്കുന്നു. പിന്നെ ഫണ്ടില്ല എന്നാണെന്ന് LDF പ്രതിനിധി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശരിയാണ്, ഫണ്ടില്ല, ഫണ്ട് കുറവാന്നല്ല, ഫണ്ട് മിച്ചത്തിൽ കിടക്കുകയാണ്. ബഡ്ജറ്റ് ഇതുവരെയുള്ള ഈ ഗവൺമെന്റ് അധികാരത്തിലെത്തുമ്പോൾ കേരളത്തിന്റെ സാമ്പത്തിക അവസ്ഥ ധവളപത്രം ഇറക്കിയിരുന്നു. അത് വായിച്ചല്ലോ. അത് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കേരളത്തിന്റെ സാമ്പത്തിക അവസ്ഥ എന്താണെന്ന്. എന്നാൽ കേരളത്തെ സാമ്പത്തികമായിട്ട് ഉയർത്തിക്കൊണ്ടുവരികയും കേരളത്തിന് വേണ്ടുന്ന പദ്ധതികൾ നടപ്പിലാക്കുകയും ചെയ്യുക എന്നുള്ളതാണല്ലോ പുതിയ ഗവൺമെന്റിന്റെ ഒരു കർത്തവ്യം. അത് നിർവഹിക്കണ്ടേ? അത് നിർവഹിക്കുന്ന സമയത്ത് ഇപ്പൊ അദ്ദേഹം ഒരു ഉദാഹരണം പറഞ്ഞു. കോട്ടയം മെഡിക്കൽ കോളേജിന്റെ വികസനത്തിന് വേണ്ടി ഒരു ബ്ലോക്ക് പണിതപ്പോൾ 375 കോടി രൂപയായിരുന്നു. അത് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞത്. അത് തന്നെയാണ് നേരത്തെ പറഞ്ഞത്, പ്രോട്ടോകോൾ വേണമെന്നുള്ളത്. ഓരോ പദ്ധതിക്കും പദ്ധതി ഇംപ്ലിമെന്റേഷന് ഒരു പ്രോട്ടോകോൾ വേണം. ആ പ്രോട്ടോകോൾ പ്രകാരം 375 കോടി രൂപ ആയിട്ടുണ്ടാവില്ല. അന്നത്തെ ബഡ്ജറ്റ് എടുത്ത് നോക്കാൻ എനിക്കിപ്പോ പറ്റാത്തതുകൊണ്ട് ഞാൻ പറയുകയാണ്. 375 കോടി രൂപ ആയിരിക്കില്ല. പക്ഷെ അത് പണിത് വന്നപ്പോൾ 375 കോടി രൂപയായി. കാരണം കാലഘട്ടം മാറി. 1 കൊല്ലം കൊണ്ട് പണിയേണ്ടത് 5 കൊല്ലം കൊണ്ട് പണിതു. അപ്പൊ അതുകൊണ്ടാണ് ഈ 375 കോടി രൂപ വന്നത്. അപ്പൊ അത്തരം കാര്യങ്ങളിലാണ് വളരെ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. ഒരു പദ്ധതി കൊണ്ടുവരുമ്പോൾ ആ പദ്ധതിയുടെ നടത്തിപ്പിന് ആവശ്യമായ സംഖ്യ വകയിരുത്തുമ്പോൾ ആ സംഖ്യ കൃത്യമായ കാലയളവിൽ ഉപയോഗിച്ചുകൊണ്ട് ആ പദ്ധതി അവസാനിപ്പിക്കണം. അതിനാണ് പ്രോട്ടോകോൾ ഉദ്യോഗസ്ഥരെ കൊണ്ടുവന്നത്. അവർ അക്കൗണ്ടബിൾ ആണെന്നേ ഞാൻ പറഞ്ഞില്ലേ. ഇതിലും വലിയ സ്കീം വേറെ എവിടെയില്ല. ഓരോ സർക്കാർ ഉദ്യോഗസ്ഥനും ഈ പദ്ധതിക്ക് വേണ്ടി പദ്ധതിക്ക് വേണ്ടി ഏർപ്പെടുത്തിയിട്ടുള്ള ഓരോ സർക്കാർ ഉദ്യോഗസ്ഥനും അക്കൗണ്ടബിൾ ആണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് പദ്ധതിയുടെ ചെലവ് കുറയ്ക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ സ്വകാര്യ നിക്ഷേപത്തിൽ എന്താ ഒരു നമുക്ക് എല്ലാവർക്കും എന്താ ഒരു താല്പര്യമില്ലായ്മ? എല്ലാ സംസ്ഥാനങ്ങളും സ്വകാര്യ നിക്ഷേപം ഉണ്ടല്ലോ. സ്വകാര്യ നിക്ഷേപമാണ്, സ്വകാര്യവൽക്കരണമല്ല. അതാദ്യം മനസ്സിലാക്കണം. അതാണ് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. സ്വകാര്യ നിക്ഷേപവും സ്വകാര്യവൽക്കരണവും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. എന്തൊക്കെ ഇപ്പൊ തുറമുഖങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് 400 കോടിയുടെ പദ്ധതിയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. നമുക്ക് എത്ര തുറമുഖങ്ങളുണ്ട്? 3 തുറമുഖങ്ങളുണ്ട്. എറണാകുളത്തും വിഴിഞ്ഞത്തും 2 തുറമുഖങ്ങളുണ്ട്. വലിയ തുറമുഖങ്ങളാണ്. എറണാകുളത്തും വിഴിഞ്ഞത്തും ഉണ്ട്. 17 ചെറിയ തുറമുഖങ്ങളുണ്ട്. ഇവിടെയൊക്കെ ബാർജും കാർഗോയും ഒക്കെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു പദ്ധതി നമ്മൾ നടപ്പിലാക്കിയാൽ എത്രയോ ലക്ഷം രൂപ നമുക്ക് വരുമാനമായിട്ട് ലഭിക്കും. അപ്പൊ അതൊന്നും നമുക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. കേരളത്തിലെ തുറമുഖ നഗരമാക്കി റോഡ്, സമുദ്രം, റെയിൽ, ഉൾനാടൻ ജലപാതകള്, അതിനെയൊക്കെ കുറിച്ച് വലിയൊരു സന്ദേശമാണ് ഈ ബഡ്ജറ്റിൽ കൊടുത്തിട്ടുള്ളത്. അന്താരാഷ്ട്ര കാലത്ത് സമരമുഖത്ത് നിങ്ങളും ഉണ്ടായിരുന്നില്ലേ? വിഴിഞ്ഞം പദ്ധതി മാഡം ഒരു കാര്യം മനസ്സിലാക്കൂ. വിഴിഞ്ഞം പദ്ധതിയിലെ സമരമുഖത്ത് വിഴിഞ്ഞം പദ്ധതി ആരാ കൊണ്ടുവന്നത് തന്നെ ഞങ്ങൾ തന്നെയാണ്. ആ വിഴിഞ്ഞം പദ്ധതിയുടെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത് ശ്രീ ഉമ്മൻചാണ്ടിയാണ്. ആ പദ്ധതിയുടെ നടത്തിപ്പിൽ വന്നുള്ള വ്യതിയാനങ്ങളിലാണ് ഞങ്ങൾ സമരം കൊണ്ടുവന്നത്. അല്ലാതെ പദ്ധതി വേണ്ടാന്ന് പറഞ്ഞ് ഞങ്ങൾ ഒരിക്കലും സമരം കൊണ്ടുവന്നിട്ടില്ല.
അതുപോലെ തന്നെ ഈ 4 അന്താരാഷ്ട്ര വിമാനങ്ങൾ കേന്ദ്രീകരിച്ച് കേരളത്തിൽ ദക്ഷിണേന്ത്യയിലെ ഒരു പ്രധാന ഏവിയേഷൻ ലോജിസ്റ്റിക് ഹബ്ബായിട്ട് വികസിപ്പിക്കുന്ന ഒരു പദ്ധതി കൊണ്ടുവന്നു. നിങ്ങൾ എന്തായാലും മനസ്സിലാക്കാത്തത് MSME സംരംഭങ്ങൾ കൊണ്ടുവന്നു. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ഗവൺമെന്റ് അധികാരത്തിൽ വന്ന് 2 മാസം കഴിയുമ്പോഴേക്കും ഒരു പരിഷ്കരിച്ച ബഡ്ജറ്റ് കൊണ്ടുവരുന്നു. ആ ബഡ്ജറ്റിൽ ആ ഗവൺമെന്റിന്റെ ആശയങ്ങൾ, ഗവൺമെന്റ് അവതരിപ്പിച്ച ആശയങ്ങൾ ഒരു കാരണവശാൽ പോലും ഒരു നികുതി പോലും വർദ്ധിപ്പിക്കാത്ത ഒരു ബഡ്ജറ്റ്. നിങ്ങൾ എവിടെയെങ്കിലും ഇപ്പൊ എന്തുകൊണ്ടാണ് എന്റെ സുഹൃത്തുക്കൾ രണ്ടുപേരും ഇരുന്ന് നികുതി വർദ്ധിപ്പിച്ചു എന്ന് പറയാതിരിക്കുന്നത്? ഒരു നികുതി പോലും വർദ്ധിപ്പിച്ചിട്ടില്ല. അപ്പൊ അവർ സംശയം എന്താ? നികുതി വർദ്ധിപ്പിക്കാതെ, അല്ലെങ്കിൽ അവരെ ഏറ്റവും വലിയ സംശയം നികുതി വർദ്ധിപ്പിക്കാതെ എങ്ങനെ ഈ പദ്ധതികൾ കൊണ്ടുവരുന്നതാണ്. ജനങ്ങൾക്ക് ഭാരം ഏൽപ്പിക്കാതെ എങ്ങനെ പദ്ധതികൾ കൊണ്ടുവരും നിങ്ങൾ എന്നുള്ളതാണ് ചോദ്യം. ഞങ്ങൾ ഇപ്പോഴും പറയുന്നു, 1% ഒരു രൂപ പോലും നികുതി വർദ്ധിപ്പിക്കാതെ ഈ പദ്ധതികളൊക്കെ കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ള ഉത്തമ വിശ്വാസത്തിലാണ്. ഇനിയിപ്പോ കാലം കിടക്കുകയല്ലേ, 5 വർഷം ഉണ്ടല്ലോ, നിങ്ങൾക്ക് ചോദിക്കാലോ. ഈ ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഉണ്ട്, 25 ലക്ഷം രൂപ വെച്ച് നൽകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്, 10 കോടിയാണ് അനുവദിച്ചിട്ടുള്ളതും. എങ്ങനെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും? ഈ ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ഇൻഷുറൻസ്, ഗ്രൂപ്പ് ഇൻഷുറൻസ്, നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ കാര്യം, ഇത് ഒരു ആശയമാണ്. ഇൻഡിവിജ്വൽ ഇൻഷുറൻസിനെ കുറിച്ച് ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. അതൊരു ഗ്രൂപ്പ് ഇൻഷുറൻസ് ആണ്. കേരളത്തെ ഒരു ഗ്രൂപ്പായിട്ട് തിരിച്ചുകൊണ്ട് ഇൻഷുറൻസ് എടുക്കുക എന്നുള്ള പദ്ധതിയാണ് നമ്മൾ കൊണ്ടുവരുന്നത്, പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. ഗ്രൂപ്പ് ഇൻഷുറൻസിന് നമുക്ക് ഇത്രയും വലിയ സംഖ്യ നമുക്ക് ചെലവ് വരില്ല, അത് ആദ്യം മനസ്സിലാക്കും. അപ്പോൾ ഇത് ഇൻഡിവിജ്വൽ ഇൻഷുറൻസ് അല്ല, എല്ലാ കുടുംബങ്ങളെയും ഒന്നിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഇൻഷുറൻസ് ആണ്. ഇപ്പൊ നമ്മുടെയൊക്കെ കുടുംബത്തിൽ നമുക്ക് എത്രയോ കുടുംബ ഇൻഷുറൻസുകളുണ്ട്. നമുക്ക് ഫാമിലി ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ 25,000 രൂപ, 30,000, ഓരോ വയസ്സനുസരിച്ചാണ്, 30,000 രൂപയൊക്കെയാണ്. അപ്പൊ ഗ്രൂപ്പ് ഇൻഷുറൻസ് കൊണ്ടുവരുമ്പോൾ അതിൽ വ്യത്യാസങ്ങൾ വരും മാഡം. നമ്മളിത് പഠിക്കട്ടെ, നമ്മളിത് കൊണ്ടുവന്നിട്ടല്ലേ ഉള്ളൂ. ഇപ്പൊ ഇത് കൊണ്ടുവരുമ്പോൾ ഒന്നും കാണാതെയല്ലേ കൊണ്ടുവരുന്നത്. ആ ഹരിപ്പാട് മെഡിക്കൽ കോളേജ് സ്ഥാപിക്കുന്നു പറഞ്ഞു, അതിലെന്താ തെറ്റ്? തിരുവനന്തപുരത്ത് 2ാമത്തെ മെഡിക്കൽ കോളേജ് അത് പകുതി പണി കഴിഞ്ഞു കിടക്കുകയാണ് വട്ടിയൂർക്കാവിലെ. ആ മെഡിക്കൽ കോളേജ് പദ്ധതികൾ കൊണ്ടുവരുന്നത് പഠിക്കാതെയാണ് നിങ്ങൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ പദ്ധതികളൊക്കെ കൊണ്ടുവന്നത്. അത് ശരിയാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നിങ്ങൾ അധികാരത്തിലേക്ക് എത്തിയിരിക്കുന്നു, ബജറ്റിൽ കൊണ്ടുവരുന്നതും പഠിക്കാതെയാണോ? ഞാൻ പറഞ്ഞില്ലല്ലോ, പഠിക്കാതെയാണെന്ന് പറഞ്ഞില്ലല്ലോ. എങ്ങനെയാണ് കൊണ്ടുവരുന്നതെന്ന് മാഡം ചോദിച്ചു. ഞാൻ പറഞ്ഞു ഗ്രൂപ്പ് ഇൻഷുറൻസ് വഴിയാണ് കൊണ്ടുവരുന്നതെന്ന് ഞാൻ പറഞ്ഞു. അതാണ് ഒരു സാങ്കേതിക വശം. ആ ഗ്രൂപ്പ് ഇൻഷുറൻസ് കൊണ്ടുവരുമ്പോൾ ഇത്രയും ഈ 10 കോടി രൂപയ്ക്കുള്ളിൽ നമുക്ക് നിർത്താൻ പറ്റും. ഗ്രൂപ്പ് ഇൻഷുറൻസിനെ കുറിച്ച് ആരും പറഞ്ഞില്ലല്ലോ. ഇൻഡിവിജ്വൽ ആയിട്ട് ഓരോ കുടുംബത്തിനും 25 ലക്ഷം രൂപ എന്നുള്ളതല്ല പദ്ധതി. 25 ലക്ഷം രൂപയുടെ പദ്ധതി ഗ്രൂപ്പ് ഇൻഷുറൻസ് ആയിട്ട് കൊണ്ടുവരുമ്പോൾ അതിൽ കൊണ്ടുവരുന്നതിനുള്ള പ്രായോഗിക വശങ്ങൾ നമ്മൾ നടപ്പിലാക്കും. നിങ്ങൾ വെയിറ്റ് ചെയ്യൂ. എന്തുകൊണ്ടാണ് കേരളത്തിലെ KSRTC ബസ്സിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര പറഞ്ഞപ്പോൾ ഇത് എങ്ങനെ നടപ്പിലാക്കുന്നു ചോദിച്ചു. നടപ്പിലായില്ലേ? 5-6 ദിവസമായില്ലേ, നടന്നുകൊണ്ടിരിക്കുകയല്ലേ. പ്രശ്നം എന്താണെന്നറിയോ? ഇതൊന്നും ഈ സാങ്കേതികത്വം ഒന്നും പറഞ്ഞല്ല നിങ്ങൾ വോട്ട് നേടിയത് എന്നുള്ളതാണ്. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ ഷമീർ TP, ഇതിപ്പോൾ ഇങ്ങനെ ഒരു നിലപാടിലേക്കൊക്കെയാണ് പോകുന്നത്. മെഡിക്കൽ കോളേജുകളുമായി ബന്ധപ്പെട്ട് വലിയ പ്രഖ്യാപനങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ നിലവിലെ മെഡിക്കൽ കോളേജുകളെ പുഷ്ടിപ്പെടുത്താനുള്ള, അതിന്റെ നേർവഴിക്ക് നടത്താനുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കാതെയാണ് ഇങ്ങനെ ഒരു പ്രഖ്യാപനത്തിലേക്ക് കടക്കുന്നത് എന്ന വിമർശനം ഉയരുകയാണ്. എന്താണ് അതിനുള്ള മറുപടി? ഞാൻ അങ്ങേലേക്ക് വരാം. ശ്രീ ഷമീർ TP, ശബ്ദത്തിന് എന്തോ പ്രശ്നമുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഒന്ന് അൺമ്യൂട്ട് പറഞ്ഞോളൂ, തുടർന്നോളൂ. അഖില, ചർച്ചക്കിടയിൽ കോൺഗ്രസ് പ്രതിനിധി സത്യം പറഞ്ഞുപോയി. കാരണം ഇപ്പോൾ ബഡ്ജറ്റിൽ മുന്നോട്ട് വെച്ച ചില ആശയങ്ങൾ, അതല്ലെങ്കിൽ ചില പദ്ധതികൾ പഠിക്കട്ടെ എന്നാണ് പറയുന്നത്. സാധാരണ ഒരു മുന്നണി തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പോൾ സാധാരണ പഠിച്ചതിന് ശേഷമായിരിക്കും അവർ പ്രകടന പത്രികയിൽ അത്തരമൊരു വാഗ്ദാനം ഉൾക്കൊള്ളിക്കുക. അതിനുശേഷം അവർ അധികാരത്തിലെത്തുമ്പോൾ തീർച്ചയായും അവരുടെ ബഡ്ജറ്റിൽ അത് പ്രായോഗികവൽക്കരിക്കാൻ വേണ്ടി അവർ ആ പദ്ധതി തയ്യാറാക്കും. എന്നാൽ ഇപ്പോൾ ഈ പണം വിലയിരുത്തിയതും ഇപ്പോൾ ബഡ്ജറ്റിൽ ഈ പ്രഖ്യാപനം നടത്തിയതും ഒക്കെ പഠിക്കാൻ വേണ്ടിയാണെന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം സത്യാവസ്ഥ പറഞ്ഞതാണ്. ഞാൻ അദ്ദേഹത്തെ അഭിനന്ദിക്കുകയാണ്, കാരണം അദ്ദേഹം സത്യം പറഞ്ഞല്ലോ. പിന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പോൾ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു തിരുവനന്തപുരത്തും ഹരിപ്പാടുമൊക്കെ മെഡിക്കൽ കോളേജുകൾ വരുന്നുണ്ട്. നല്ല കാര്യമാണ്. പക്ഷേ യാഥാർത്ഥ്യവുമായി ബോധപ്പെട്ട്, അല്ലെങ്കിൽ യാഥാർത്ഥ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രഖ്യാപനങ്ങൾ വേണം. ഞാൻ നേരത്തെ പറഞ്ഞു, കോട്ടയത്തിൽ സർജിക്കൽ ബ്ലോക്കിന് വേണ്ടി 375 കോടി രൂപയാണ് ചെലവ്. അതൊരു പ്രാക്ടിക്കൽ ചെലവാണ്, സത്യസന്ധമായ ചെലവാണ്. അങ്ങനെ ഒരു സർജിക്കൽ ബ്ലോക്കിന് മാത്രം 375 കോടി രൂപ ചെലവ് വരുന്ന സമയത്താണ് നാം കോട്ടയത്തും തിരുവനന്തപുരത്തും മെഡിക്കൽ കോളേജുകൾ 100 കോടി രൂപയ്ക്ക് നടത്തുമെന്ന് പ്രഖ്യാപിക്കുന്നത്. പിന്നെ പറഞ്ഞു, ഇപ്പോൾ അഖില ചോദിച്ചതുപോലെ ഈ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ. സാധാരണ നമ്മൾ കുട്ടിക്കാലത്തും അതല്ലെങ്കിൽ ഇപ്പോഴുമൊക്കെ ഒരു BMW സ്വപ്നം കാണുമ്പോൾ, ഒരു BMW കാറ് സ്വപ്നം കാണുമ്പോൾ നമ്മൾ അതിലേക്ക് ഒരു 10 രൂപ മാറ്റി വെക്കുക എന്ന് പറയാം. അപ്പോൾ സത്യത്തിൽ BMW കാറ് മേടിക്കാൻ വേണ്ടി നമ്മൾ 10 രൂപ മാറ്റി വെച്ചിട്ടുണ്ട്.
ചോദിക്കുമ്പോൾ നമ്മൾ പലരും പണം മാറ്റിവെച്ചിട്ടുണ്ട്. പക്ഷെ അത് യാഥാർത്ഥ്യവുമായി ഒരിക്കലും ബന്ധമില്ലാത്ത ഒരു കാര്യമാണ്. കേരളത്തിലെ 4 കോടി വരുന്ന ജനസംഖ്യയുള്ള കേരളത്തിലെ വലിയൊരു വിഭാഗം മനുഷ്യർക്ക് 25 ലക്ഷം രൂപ കുടുംബങ്ങൾക്ക് സാമൂഹിക സുരക്ഷ അതല്ലെങ്കിൽ ഇൻഷുറൻസ് പ്രഖ്യാപിക്കുമ്പോൾ അതിന് മാറ്റിവെച്ച തുക കേവലം 10 കോടി രൂപയാണ്. ഇത് എങ്ങനെയാണ് യാഥാർത്ഥ്യവൽക്കരിക്കപ്പെടുക? ഇത് കേവലം പ്രഖ്യാപനങ്ങളിൽ മാത്രം ഒതുങ്ങില്ലേ? ഇത് മാത്രമല്ല, ഈ ബഡ്ജറ്റിൽ ഏറ്റവും കൂടുതൽ അപകടകരമായ ഒന്ന് ഒളിഞ്ഞിരിപ്പുണ്ട്. കാരണം ഇത്തരം വാഗ്ദാനങ്ങളെയൊക്കെ കോൺഗ്രസ് എല്ലാ കാലത്തും വാഗ്ദാനങ്ങൾ ഇതേപോലെ പ്രഖ്യാപിക്കുകയും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുകയും ചെയ്യുക പതിവാണ്. പക്ഷെ എന്നെ ഭയപ്പെടുത്തുന്നത് ഈ ബഡ്ജറ്റിൽ ഒളിഞ്ഞിരിക്കുന്ന ചില പ്രത്യേക സംഗതികളാണ്. അത് നമ്മുടെ കടൽ തീരവുമായും ധാതു സമ്പത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഈ മേഖലയിൽ സ്വകാര്യ നിക്ഷേപങ്ങളും സ്വകാര്യവൽക്കരണവും അതിലേക്കാണ് വരുന്നത്. ഷമീർ, ഈ സ്വകാര്യ നിക്ഷേപങ്ങളെ നിങ്ങളും സ്വാഗതം ചെയ്തിട്ടുണ്ടായിരുന്നു മുൻ സർക്കാരിന്റെ കാലത്ത്. ഇപ്പോൾ അതിനോടുള്ള സമീപനം എങ്ങനെയാണ്? അഖില, തീർച്ചയായും സ്വകാര്യ നിക്ഷേപങ്ങളെ ഒരിക്കലും എതിർത്ത് നിൽക്കുകയോ അതല്ലെങ്കിൽ അതിൽ നിന്ന് പുറംതിരിഞ്ഞു നിൽക്കുകയോ സമീപനമല്ല ഇടതുപക്ഷം എല്ലാ കാലത്തും സ്വീകരിച്ചിട്ടുള്ളത്. പക്ഷെ സ്വകാര്യ നിക്ഷേപങ്ങൾ ക്ഷണിച്ചു വരുത്തുമ്പോൾ തന്നെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ നിലനിൽക്കുന്നുണ്ടെന്നും പൊതുമേഖലയിലെ അവരുടെ അധികാരം, സർക്കാരിന്റെ അധികാരം ഉറപ്പുവരുത്തിയതിനു ശേഷമുള്ള സ്വകാര്യ നിക്ഷേപങ്ങളെയാണ് എന്നും ഇടതുപക്ഷം സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ വിഴിഞ്ഞം പദ്ധതിയുടെ കുറിച്ച് ഇവിടുത്തെ കോൺഗ്രസ് പ്രതിനിധി സംസാരിക്കുകയുണ്ടായി. ഉമ്മൻചാണ്ടിയാണ് വിഴിഞ്ഞം പദ്ധതി ആദ്യമായി മുന്നോട്ട് വെച്ചിട്ടുള്ളതെന്ന്. തുടക്കത്തിൽ അതിലെ ചില പ്ലാനുകളുമായി അതല്ലെങ്കിൽ അതിലെ ചില പദ്ധതികളുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷം വിമർശനം ഉയർത്തിയിട്ടുണ്ടായിരുന്നു. കാരണം അത് പൊതുമേഖലയിൽ അതല്ലെങ്കിൽ സർക്കാരിന് പൂർണ്ണമായും നിയന്ത്രണത്തിലുള്ള ഒരു സ്വകാര്യ നിക്ഷേപം വരണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടായിരുന്നു ഇടതുപക്ഷം അത്തരം ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. എന്നാൽ ഇന്ന് ബഡ്ജറ്റ് പ്രഖ്യാപനത്തിന് ശേഷം മുഖ്യമന്ത്രി VD സതീശൻ പ്രഖ്യാപിക്കുന്നുണ്ട്, ഞങ്ങൾ സ്വകാര്യവൽക്കരണത്തിന് ഇറങ്ങുകയാണ്, ഞങ്ങൾ കേരളത്തെ സ്വകാര്യവൽക്കരിക്കുക തന്നെയാണ്, ഇനി ഞങ്ങൾക്ക് മുമ്പിൽ അത് മാത്രമാണ് ലക്ഷ്യം എന്ന് അദ്ദേഹം സംശയലേശമില്ലാതെ തീർച്ചയായും അല്ല. സ്വകാര്യ നിക്ഷേപം മാത്രമല്ല, സ്വകാര്യ നിക്ഷേപം എന്ന് മാത്രമല്ല മാഡം നിങ്ങൾ പറയട്ടെ, സ്വകാര്യവൽക്കരിക്കുക എന്ന ഒരു വാദം കൂടി ഇന്ന് അദ്ദേഹം പരാമർശിച്ചിട്ടുണ്ട്. നിങ്ങൾ അദ്ദേഹത്തിന്റെ പത്രസമ്മേളനം ഞാനിപ്പോൾ ചർച്ചയ്ക്ക് വരുന്നതിന് മുമ്പ് ഇനി ഞാൻ ആ ഒരു വാക്കിൽ വെച്ച് ചർച്ച ഘടിപ്പിക്കുന്നില്ല. ഞാൻ പറയട്ടെ, പക്ഷെ സ്വകാര്യവൽക്കരിക്കുക എന്നുള്ളത് UDF മുന്നണിയുടെ പ്രഖ്യാപിതമായ ലക്ഷ്യമാണ് എന്നത് ഈ ബഡ്ജറ്റിൽ വ്യക്തമാണ്. കാരണം പൊതുമേഖലാ അദ്ദേഹത്തെ പറയാൻ അനുവദിക്കും, അങ്ങയിലേക്ക് വരാം. പൊതുമേഖലാ സ്ഥാപനങ്ങളെ സുഹൃത്തെ നിങ്ങളത് പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾ പറയുന്ന ഒരുപാട് അവാസ്തവ കാര്യങ്ങളിൽ ഞാൻ ഇടപെട്ടിട്ടില്ല. കാരണം അത് ജനാധിപത്യമാണ് എന്നെ പറയാൻ അനുവദിക്കുക എന്നുള്ളത്. തീർച്ചയായും അത് പോട്ടെ. അപ്പോൾ പൊതുമേഖലാ സ്ഥാപനങ്ങളെ ഇത്രത്തോളം കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളെ ഇത്രത്തോളം പരിപോഷിച്ച മറ്റൊരു സർക്കാർ, ഇടതുപക്ഷ സർക്കാരിനെ പോലെ മറ്റൊരു സർക്കാർ ഉണ്ടായിട്ടില്ല. എന്നാൽ ഇന്നത്തെ ബഡ്ജറ്റിലൂടെ VD സതീശൻ UDF സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത് സ്വകാര്യവൽക്കരണവും പൊതുമേഖലാ സ്ഥാപനങ്ങളെ മൊത്തത്തിൽ സ്വകാര്യവൽകൃതമാക്കണം എന്നുള്ള ഉദ്ദേശം തന്നെയാണ്. അത്തരം ചില പദ്ധതികളാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഓക്കെ, എന്തായാലും ബിനോയ് രാജനിലേക്കാണ് പോകുന്നത്. ശ്രീ ബിനോയ് രാജൻ, കേന്ദ്രത്തിനെതിരെ വലിയ വിമർശനമൊന്നും ഇല്ലാത്തൊരു ബജറ്റായിരുന്നു ഇന്നത്തേത്. അതിനെങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇനി ഈ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാക്കുന്നതിൽ അതിൽ കേന്ദ്രത്തിനും പങ്കില്ലേ? നോക്കൂ, കേന്ദ്രമുണ്ടാക്കുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടിനെ കുറിച്ച് നമുക്ക് വേണമെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം. പക്ഷേ നോക്കൂ, ഈ ബഡ്ജറ്റിലെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്രത്തിനെതിരെ വിമർശനമില്ല എന്നിപ്പോൾ നിങ്ങൾ തന്നെ പറയുന്നു. കാരണം വിമർശിക്കാനൊക്കത്തില്ല. കാരണം ഇത്രയും പദ്ധതികൾ പ്രഖ്യാപിക്കുമ്പോൾ ഈ പദ്ധതികൾ പലതിനും ഒരു കേന്ദ്ര പദ്ധതികളുടെ ഒരു നിഴലാട്ടം നമുക്ക് കാണാൻ പറ്റും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമഗ്രമായ രൂപരേഖ എങ്ങും പറയപ്പെടുന്നില്ല. അതുപോലെ തന്നെ പ്രഖ്യാപിച്ചേക്കുന്ന പല പദ്ധതികൾ, ഉദാഹരണത്തിന് ഞാൻ 1-2 പദ്ധതികൾ മാത്രം ഞാൻ പറയുകയാണ്. കാരണം കേരളത്തിലെ ഈ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെങ്കിൽ പോലും VD സതീശൻ സർക്കാർ കേന്ദ്രവുമായിട്ട് നല്ല രീതിയിൽ സഹകരിച്ചു കഴിഞ്ഞാൽ ഇവിടെ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചേക്കുന്ന പല പദ്ധതികളും കേന്ദ്രത്തിന്റെ പദ്ധതികളാണ്. അവരുടെ തന്നെ പദ്ധതികൾ വളരെ സൗമനസ്യത്തോടെയും ബാക്കിയുള്ള ബാഹ്യമായിട്ട് അല്ലെങ്കിൽ CPM-ന്റെയോ അല്ലെങ്കിൽ ബാക്കിയുള്ള മതസംഘടനകളുടെയോ സമ്മർദ്ദങ്ങളെ അതിജീവിച്ചുകൊണ്ട് നടപ്പാക്കുകയാണെങ്കിൽ ഈ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചേക്കുന്ന പല പദ്ധതികളും കേന്ദ്രത്തിന്റെ സഹായത്തോടെ വളരെ ഭംഗിയായിട്ട് നടത്താൻ പറ്റും. ഉദാഹരണം,
ഇവിടെ സാനിറ്ററി നാപ്കിൻ കൊടുക്കുന്നതിനെ കുറിച്ച് പറയുന്നു. നിങ്ങൾക്കറിയാമോ, ഈ കേന്ദ്ര ഗവൺമെന്റിന്റെ സ്റ്റീൽ മന്ത്രാലയത്തിന്റെ കീഴിൽ സെയിൽ നടത്തുന്ന ഒരു പദ്ധതിയാണ് എന്ന് ഇപ്പോൾ 1 രൂപയ്ക്ക് ജനൌഷധി വഴി കിട്ടുന്നുണ്ട്. അതുപോലെ വിഷൻ സമുദ്ര എന്ന് പറയുന്നത്, നോക്കൂ, 600 കിലോമീറ്റർ സ്ട്രെച്ച് കിടക്കുന്ന ഈ കേരള തീരത്ത് നല്ല പോർട്ടുകളും ചെറുകിടയായിട്ടുള്ള പോർട്ടുകളും വിഴിഞ്ഞടക്കമുള്ള മേജർ പോർട്ടുകളും വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ 2 വർഷം മുമ്പ് ഒരു ഇൻഡോ അറബ് യൂറോപ്യൻ യൂണിയൻ ഇടനാഴിയെ കുറിച്ചുള്ള ഒരു ചർച്ച വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു പ്രോജക്റ്റ് ഓൾറെഡി അത് അതിന്റെ പ്രോസസ്സിലാണ്. അപ്പോൾ കേരളത്തിലെ കടൽ തീരങ്ങളെ, ആ കേരളത്തിന്റെ കടൽ തീരത്ത് വരുന്ന പോർട്ടുകളെ എല്ലാം അതുമായിട്ട് ബന്ധിപ്പിച്ചുകൊണ്ട് ഈ പറയുന്ന സതീശൻ ഇന്ന് പ്രഖ്യാപിച്ച ഈ മിനറൽസ് ആൻഡ് മെറ്റൽസിന്റെയും ധാതുക്കളുടെയൊക്കെ ഇടനാഴി എന്ന് പറയുന്നത്, അതൊക്കെ ഈ പോർട്ടുകളിലേക്ക് പോകേണ്ടതാണ്. ഈ പദ്ധതി എങ്ങനെയാണ് കേന്ദ്ര സഹായം കിട്ടുക എന്ന് പറഞ്ഞ സാഗർമാല പദ്ധതി അവിടെ ഉണ്ട് ഓൾറെഡി. നിങ്ങൾ ഈ ഗവൺമെന്റ് രാഷ്ട്രീയം മറന്നുകൊണ്ട് ഈ സാഗർമാല പദ്ധതിയിൽ സഹകരിക്കുക, അല്ലെങ്കിൽ ബ്ലൂ റെവല്യൂഷൻ എന്ന് പറയുന്ന പദ്ധതിയുണ്ട്. അതുപോലെ തന്നെ 1000 MSME എന്ന് പറയുന്ന പദ്ധതി. നിങ്ങൾ നോക്കൂ, മോഡി സർക്കാരിന്റെ ഏറ്റവും അഭിമാനകരമായ പ്രോജക്റ്റുകളിലൊന്നാണ് മോഡി MSME പ്രോജക്റ്റ്. അതിനകത്ത് തന്നെ പ്രധാനമന്ത്രിയുടെ തൊഴിൽദാന പദ്ധതി, മുദ്ര ലോണ്, CGTMS എന്ന് പറയുന്ന പദ്ധതി, ഉദ്യം രജിസ്ട്രേഷന്, റാമ്പ്, അങ്ങനെ സമാധാൻ പോർട്ടൽ എന്ന് പറഞ്ഞ MSMEക്ക് തന്നെ എത്രയോ ചെറുകിട സ്ഥാപനങ്ങൾ അവർക്ക് കിട്ടാത്ത കടങ്ങൾ എത്രയും പെട്ടെന്ന് തിരിച്ചു കിട്ടാനും 45 ദിവസത്തിനുള്ളിൽ തന്നെ കിട്ടേണ്ട തുക തിരിച്ചു കിട്ടാനുള്ള RBIയുടെ നിയമങ്ങളടക്കമുള്ള സംവിധാനങ്ങൾ അവിടെയുണ്ട്. അതുപോലെ തന്നെ ആരോഗ്യ ടൂറിസം വേറൊരു പദ്ധതിയാണ് കേരള ബഡ്ജറ്റിൽ അവതരിപ്പിച്ചേക്കുന്നത്. ഈ പദ്ധതിക്ക് കേന്ദ്രത്തിന്റെ വ്യക്തമായിട്ടുള്ള സപ്പോർട്ട് കിട്ടാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. കാരണം അവിടെ റീച്ച് കേരള ആരോഗ്യ ടൂറിസം എന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഹീൽ ഇൻ ഇന്ത്യ എന്ന് പറയുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതിയെ നിങ്ങൾ തുറന്ന് 2 കൈയും നീട്ടി സ്വീകരിക്കുകയാണെങ്കിൽ VD സതീശന്റെ ഈ പദ്ധതി വിജയകരമായിട്ട് കേരളത്തിൽ നടക്കാൻ പറ്റും. കാരണം കേരളത്തിലെ ടൂറിസം, ഈ ആരോഗ്യരംഗം എന്നുള്ളതെല്ലാം അതിനോടൊക്കെ ചേർത്ത് വെക്കാവുന്നതാണ്. അതുപോലെ തന്നെ കയർ മേഖലയിലെ ഒരു പദ്ധതി പ്രഖ്യാപിച്ചേക്കുന്നു. ഈ മോഡിയുടെ തന്നെ ഗവൺമെന്റില് മഹിളാ കയർ യോജന എന്ന് പറയുന്ന ഒരു പദ്ധതിയുണ്ട്. അത് നിങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ VD സതീശന് കേരളത്തിലെ 5.07 ലക്ഷം കോടിയുടെ കടം മാറ്റി വെച്ചുകൊണ്ട് തന്നെ കേന്ദ്രത്തിന്റെ ഫണ്ട് കൊണ്ട് ഇത് ചെയ്യാൻ പറ്റും. അതുപോലെ മകൾക്കൊപ്പം എന്ന് പറയുന്ന ഒരു പദ്ധതി, അത് കേന്ദ്രത്തിലെ 1 സ്റ്റോപ്പ് സെന്റർ എന്ന് പറയുന്ന ഒരു പദ്ധതി കൂടി ഈ കുട്ടികൾക്ക്, അവർക്ക് ഗാർഹിക പീഡനമായാലും ജോലിസ്ഥലത്തെ അക്രമമായാലും സ്കൂളിലെ അക്രമമായാലും അതിനുള്ള നിയമസഹായം, ഷെൽട്ടർ എന്നീ സംവിധാനങ്ങൾ വഴി 1 സ്റ്റോപ്പ് പോയിന്റിൽ കൂടെ കിട്ടുന്നുണ്ട്. ഒരു കാര്യം കൂടെ നോക്കൂ, ഇവിടെ കേന്ദ്ര ഗവൺമെന്റ് ഫണ്ട് കൊടുത്തില്ല എന്നാണ് മാഡം രണ്ടാമത് പറഞ്ഞത്. ഞാൻ താങ്കളുടെ ശ്രദ്ധയിലേക്ക് ഒരു കാര്യം പറയുകയാണ്. ഈ 24 ഓഗസ്റ്റ് 2022 കേരള നിയമസഭയിൽ ബാലഗോപാൽ എഴുന്നേറ്റ് എന്ന് പറഞ്ഞാണ് 15ാം ധനകാര്യ കമ്മീഷന് 53,137 കോടി രൂപയാണ് കേരളത്തിന് കൊടുത്തത്. 14ാം ധനകാര്യ കമ്മീഷൻ കൊടുത്ത് വെറും 9,519 കോടിയാണ്. 15ാം ധനകാര്യ കമ്മീഷൻ 16 സ്റ്റേറ്റിന് കൊടുത്ത് 2,90,000 കോടിയാണെങ്കിൽ കേരളത്തിന്റെ അതിന്റെ 1/5 കേരളത്തിന് മാത്രമായിട്ട് കിട്ടിയിട്ടുണ്ട്. എത്രയാണ്? 53,177 കോടി രൂപ. 2020-21 കാലഘട്ടത്തിൽ 15,000 കോടി, 21-22 20,000 കോടി, 22-23 13,000 കോടി. അങ്ങനെ കോടികളുടെ കണക്ക് നിങ്ങൾ തെരുവിൽ നിന്ന് അല്ലെങ്കിൽ മീഡിയയുടെ ഫ്ലോറിൽ കടന്നിട്ട് കിട്ടുന്നില്ല, ഞങ്ങൾക്ക് കിട്ടിയില്ല എന്ന് പറയുമ്പോൾ, നിയമസഭയിലും ലോക്സഭയിലും വ്യക്തമായ മറുപടി പറയുമ്പോൾ അതിനെതിരെ ഒരക്ഷരം മിണ്ടാതെ ഇടതിനും വലതിനും അടക്കമുള്ള MP-മാര് പഞ്ചപുച്ഛമടക്കി നിന്നിട്ട് ഈ പൊതുമധ്യത്തിൽ വന്നിട്ട് പൊതുവേദികളിൽ ഞങ്ങൾക്ക് കിട്ടിയില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിൽ കണക്കുണ്ട്. ഖണ്ഡിക്കാനാണെങ്കിൽ, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനാണെങ്കിൽ 1 ദിവസം വേണമെങ്കിൽ ചർച്ച ചെയ്യാം. അതുപോലെ ഈ പദ്ധതികൾ പലതും കേന്ദ്രത്തിന്റെ സഹായത്തോടെ നടപ്പാക്കാൻ പറ്റും. പല പദ്ധതികളും കേന്ദ്രത്തിൽ ഓൾറെഡി ഉള്ളതാണ്. MSME ആയാലും യോജന എന്തായാലും ആ വിമർശനം ഉയർത്തുന്നുണ്ട്. അതിന് ഇരു കക്ഷികളാണെങ്കിലും അവർ ഭരണത്തിലിരുന്നപ്പോൾ അത് ഉയർത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് സഹായം ലഭിക്കുന്നില്ല. അതുമായി ബന്ധപ്പെട്ട് കോടതി കയറേണ്ട സ്ഥിതിവിശേഷം ഉണ്ടാകുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. അത് വസ്തുതയുമാണ്. ഞാൻ എല്ലാവരിലേക്കും തിരികെ എത്താം. മിഡിൽ ഈസ്റ്റ് ഡിബേറ്റ് അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അഡ്വക്കേറ്റ് അജി കുര്യാക്കോസ്, താങ്കളുള്ള ചോദ്യം, ഈ സ്ത്രീ സുരക്ഷാ പദ്ധതി എന്നൊരു കാര്യം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു മുൻ സർക്കാർ. 2 മാസ കാലയളവിൽ അത് തുടർന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ കാര്യത്തിൽ എന്താണ് ഇനി തുടർ തീരുമാനങ്ങൾ? അത് ബജറ്റിൽ എന്തായാലും സൂചിപ്പിച്ചിട്ടില്ല. ഒപ്പം കർഷകരെ, സർക്കാർ ഉദ്യോഗസ്ഥരെ ഒക്കെ തഴഞ്ഞുകൊണ്ടാണ് ഈ ബജറ്റ് എന്ന ആരോപണം നിലനിൽക്കുന്നുണ്ട്. അതിനൊപ്പം നിങ്ങളുടെ ഗ്യാരണ്ടി പൂർണ്ണാർത്ഥത്തിൽ പാലിക്കാൻ സാധിക്കുന്ന വിധത്തിലാണോ ഈ ബജറ്റ്? വളരെ ചുരുങ്ങിയ സമയത്തിൽ മറുപടി. എനിക്ക് അതിന് മുമ്പ് 2 കാര്യങ്ങൾ എനിക്ക് പറഞ്ഞിട്ട് അവസാനിപ്പിക്കണം. ഒന്ന്, ഈ കേരളം ഇന്ത്യയിലുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളുടെ ഭാഗമായിട്ടും ബജറ്റിന്റെ ഭാഗമായിട്ടും തന്നെയായിരിക്കും കേരളത്തിലെ ബജറ്റുകളും ഉണ്ടാവുക. അത് എന്റെ BJP സുഹൃത്തുക്കൾ മനസ്സിലാക്കണം. അപ്പൊ അതില്ലെങ്കിൽ നമുക്ക് നടപ്പിലാക്കാൻ പറ്റില്ല, ഒരു കാര്യം നടപ്പിലാക്കാൻ പറ്റില്ല. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പല നല്ല കാര്യങ്ങളും നമ്മൾ കേന്ദ്ര സർക്കാരിൽ നിന്ന് സ്വീകരിക്കും എന്നുള്ളത് സത്യമാണ്. മറ്റൊന്ന്, എന്റെ ഇടതുപക്ഷ സുഹൃത്ത് പറഞ്ഞു
ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസിനെ കുറിച്ച് ഇതുവരെ പഠിച്ചിട്ടില്ല എന്നുള്ളത്. നമ്മൾ ആ ബഡ്ജറ്റ് വായിച്ചു നോക്കാത്തതുകൊണ്ടുള്ള കുഴപ്പമാണ്. എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കുന്നതിനുള്ള പ്രാരംഭ നടപടികൾ ആരംഭിക്കും. ഈ പ്രാരംഭ നടപടികൾ ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് 10 കോടി രൂപ മാറ്റിവെച്ചിട്ടുള്ളത്. പിന്നെ മറ്റൊരു കാര്യം നമ്മൾ പറഞ്ഞു, സർക്കാർ ജീവനക്കാർക്ക് യാതൊന്നും കൊടുത്തിട്ടില്ല എന്ന്. സർക്കാർ ജീവനക്കാരെ DA, DR എന്നിവ മുടക്കം കൂടാതെ നൽകുമെന്നുള്ള വളരെ കൃത്യമായിട്ടുള്ള ഒരു വിശകലനം ഈ ബഡ്ജറ്റിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഇൻഷുറൻസിനെ കുറിച്ചും മെഡിസപ്പിനെ കുറിച്ചും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ സ്ത്രീ സുരക്ഷയെ കുറിച്ചുള്ള പദ്ധതി അത് തുടർന്നു കൊണ്ടുപോകും എന്നുള്ളതും പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ എവിടെയാണ് ഈ കേരള സർക്കാരിന്റെ ഈ ബഡ്ജറ്റിനകത്ത് നിങ്ങൾക്ക് കുറ്റം പറയാൻ പറ്റുന്ന തീർച്ചയായിട്ടും അതൊന്നുകൂടി വായിച്ചു നോക്കണം. സ്ത്രീ സുരക്ഷയെ കുറിച്ച് വളരെ കൃത്യമായിട്ട് പറഞ്ഞു. സ്ത്രീ സുരക്ഷ, വയോജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളത്, വ്യയശേഷി നടപ്പാക്കുന്ന കാര്യങ്ങൾ, ഇതിനെല്ലാം ഇതുപോലെ തന്നെ തുടർന്നു കൊണ്ടുപോകുന്ന കാര്യങ്ങളൊക്കെ നടപ്പിലാക്കും. വയോജനങ്ങൾക്കുള്ള ആവശ്യമായ സ്ഥാപനങ്ങളും മറ്റു കാര്യങ്ങളും കൂടുതലായിട്ട് കൊണ്ടുവരും എന്നുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത് പറഞ്ഞു പോയിട്ടുണ്ട് ഇതിനകത്ത്. പിന്നെ കർഷകർക്ക് ഒരു ആശ്വാസമാണ് ആ തലത്തിൽ. റബ്ബറിന് താങ്ങുവില നൽകിയിട്ടുണ്ട്. അവരുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ കൃത്യമായ രീതിയിൽ ഗവൺമെന്റ് സ്വീകരിക്കുകയും FCI സ്വീകരിക്കുകയും അതോടൊപ്പം തന്നെ അവർക്ക് കൃത്യമായ രീതിയിലുള്ള പൈസ കൃത്യമായ സമയത്ത് കൊടുക്കുകയും ചെയ്യുമെന്നുള്ള പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെയാണ് ഒരു ബഡ്ജറ്റിന്റെ തുടക്കമാണിത്. ഇതൊരു ബഡ്ജറ്റ് അല്ല, ഇത് ഒരു മാറ്റം വരുത്തിയിട്ടുള്ള, അതായത് പരിഷ്കരിച്ചിട്ടുള്ള ഒരു ബഡ്ജറ്റാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ ആ ബഡ്ജറ്റിനെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചില കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അടുത്ത ബഡ്ജറ്റിൽ നമുക്ക് അവതരിപ്പിക്കാം. പക്ഷേ നമ്മൾ ഒരു ബഡ്ജറ്റ് അവതരിപ്പിച്ചാൽ അതിനെ ഇങ്ങനെ കണ്ണടച്ച്, കാരണം പറയുന്നത് പൈസ ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ നടപ്പിലാക്കാൻ പറ്റുന്നത് ഇടതുപക്ഷ പ്രതിനിധി ചോദിച്ചാൽ 10 വർഷം അവർ ഭരിച്ചിട്ട് പൈസ ഇല്ലാതാക്കി എന്നുള്ളത് അവർ തന്നെ സമ്മതിക്കല്ലേ? അപ്പൊ പൈസ ഇല്ലാതായത് കൊണ്ട് എങ്ങനെ ഒരു ബഡ്ജറ്റ് ഈ കേരളം നടപ്പിലാക്കട്ടെ? ഇനി കേരളത്തിൽ ഒരു പദ്ധതിയും വേണ്ടേ? കേന്ദ്ര വിമർശനമില്ലായിരുന്നു, പ്രത്യക്ഷത്തിൽ നല്ല കാഠിന്യത്തിൽ ഇല്ലായിരുന്നു എന്ന ആരോപണമുണ്ട്. അതിനുള്ള മറുപടി? തീർച്ചയായിട്ടും കേന്ദ്ര ബഡ്ജറ്റിനകത്ത് കേരളത്തിനും അതുപോലെ തന്നെ സംസ്ഥാനങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, ഇന്ത്യയിൽ ഉൾപ്പെട്ടതാണ് കേരളം. അപ്പൊ കേന്ദ്ര ബഡ്ജറ്റിനകത്ത് മറ്റ് സംസ്ഥാനങ്ങൾക്ക് ലഭിക്കുന്നത് പോലെ തന്നെ കേരളത്തിൽ ലഭിക്കേണ്ടതായ വിഹിതം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. കേന്ദ്ര ബഡ്ജറ്റുമായി താതാത്മ്യം ചെയ്തുകൊണ്ടുള്ള പദ്ധതികൾ നമ്മൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ആ പദ്ധതികളിലൂടെ സമയക്കുറവുണ്ട്, ഞാൻ ഒന്ന് ഇടപെടുകയാണ്. ഷമീർ TPയിലേക്ക് പോകുന്നു. ഷമീർ TP, കേന്ദ്ര വിമർശനമില്ല എന്നുള്ള ഒരു വിമർശനം ഒരു തലത്തിൽ നിൽക്കുകയാണ്. ഇത് സമ്പൂർണ്ണമായ ഒരു ബജറ്റ് അല്ല എന്ന് ആവർത്തിച്ച് പറയുകയാണ് ഇടതുപക്ഷ നേതാക്കൾ. അതിൽ അവർ സൂചിപ്പിക്കുന്ന കാര്യങ്ങളുമുണ്ട്. ഏത് വിധത്തിലാണ് ഇതിനെ കാണുന്നത്? ഇതിന് മുന്നോട്ട് പോക്ക് ഏത് വിധത്തിലായിരിക്കും ഈ പദ്ധതികളുടെ? അഖില, കേന്ദ്രത്തിനെതിരെ വിമർശിക്കില്ല എന്നുള്ളത് അവരുടെ പ്രഖ്യാപിത നയമാണല്ലോ. നമുക്കറിയാം, ഇപ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിന്റെ നയപ്രഖ്യാപനത്തിൽ തന്നെ അത് വ്യക്തമാണല്ലോ. കേന്ദ്ര സർക്കാരിനെതിരെ ഒരു പരാമർശവും അതിലുണ്ടായില്ല. നമുക്കറിയാം, കഴിഞ്ഞ ദിവസമാണ് കേരളത്തിലെ സംഘപരിവാറുകാരനായ ഗവർണർ കേരളത്തിലെ വകുപ്പ് മേധാവികളുടെ യോഗം വിളിച്ചു കൂട്ടിയത്. കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായ പിണറായി വിജയൻ പത്രസമ്മേളനം നടത്തിയപ്പോഴാണ് മുഖ്യമന്ത്രി VD സതീശൻ അത് അറിഞ്ഞിട്ടുള്ളത്. അങ്ങനെയുള്ള ഒരു VD സതീശൻ എങ്ങനെയാണ് കേരളത്തിന്റെ ബഡ്ജറ്റിൽ കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് മുന്നോട്ട് വരിക? ഒരിക്കലും നമ്മളത് പ്രതീക്ഷിക്കേണ്ട. നമുക്കറിയാം, ഇന്ത്യയിലെ പ്രിയപ്പെട്ട പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു, അദ്ദേഹമാണല്ലോ ഈ ആസൂത്രണം എന്നുള്ള ഒരു പദ്ധതി ഇന്ത്യയിൽ ആവിഷ്കരിക്കുന്നത്. എന്നാൽ ഈ ആസൂത്രണ പദ്ധതികളെ പൊളിച്ചടക്കാൻ, അതല്ലെങ്കിൽ തകർത്ത് കളയാൻ വേണ്ടിയാണ് BJP സർക്കാർ, കേന്ദ്ര സർക്കാർ നീതി ആയോഗ് എന്ന് പറയുന്ന ഒരു പദ്ധതി കൊണ്ടുവരുന്നത്. ആസൂത്രണ പദ്ധതികളെ പൂർണ്ണമായും തകർക്കുക എന്നതായിരുന്നു അതിന്റെ ലക്ഷ്യം. എന്നാൽ കേരളം ഇപ്പോഴും പിന്തുടരുന്നത് ഇത്തരം ആസൂത്രണമായ പദ്ധതികളെയാണ്. എന്നാൽ ഇന്നത്തെ ബഡ്ജറ്റിൽ ഒരു പരാമർശം കണ്ടു. തിങ്ക് ടാങ്ക് എന്ന് പറയുന്ന ഒരു നയത്തിന്റെ സമീപനത്തിന്റെ ഭാഗമായി ആസൂത്രണങ്ങളെ, അതല്ലെങ്കിൽ ആസൂത്രണ പദ്ധതിയെ കൂടുതൽ ശക്തിപ്പെടുത്തും എന്നാണ് പറയുന്നത്. വലിയ വെല്ലുവിളി ഉയർത്തുന്ന ഒരു പരാമർശമാണ്. കേരളത്തിലെ പുകൾപെറ്റ, അതല്ലെങ്കിൽ ചർച്ചാ വിഷയമായ ഈ ആസൂത്രണ പദ്ധതികളെ കേന്ദ്രത്തിന്റെ നയങ്ങളുടെ ഭാഗമായി പൊളിച്ചടക്കാനുള്ള സമീപനമാണ് UDF സർക്കാർ പ്രഖ്യാപിക്കുന്നത്. ഇപ്പോൾ അദ്ദേഹം ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പറയുന്നുണ്ടായി, കേന്ദ്രത്തിന്റെ പദ്ധതി വിഹിതം കിട്ടുന്നതിന് വേണ്ടിയുള്ള ചില പദ്ധതികൾ ആവിഷ്കരിക്കുന്നുണ്ടെന്ന്. അതെന്താണെന്നുള്ളത് നമുക്ക് വ്യക്തമായി. ഇപ്പോൾ കഴിഞ്ഞ തവണ പുറത്തു വന്ന, ഇപ്പോൾ ഈ PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലായി എങ്ങനെയാണ് കേന്ദ്രത്തിന്റെ വിഹിതങ്ങൾ വേടിച്ചെടുക്കാനുള്ള സമീപനങ്ങളുമായി UDF സർക്കാർ മുന്നോട്ട് പോകുന്നത് എന്നുള്ളത്. കേന്ദ്ര സർക്കാരിനോട് പൂർണ്ണമായും വിധേയപ്പെട്ടുകൊണ്ടുള്ള
ഒരു സർക്കാരായിരിക്കും ശരിയാണ്. വി ഡി കേന്ദ്രത്തിന്റെ സതീശൻ ഉപരോധ നയിക്കുന്ന സമാനമായ സാമ്പത്തിക സർക്കാർ വിവേചനം എന്നുള്ളത് മൂലം കൃത്യമായി സംസ്ഥാനത്ത് ഉണ്ടാകുന്ന പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ധനനഷ്ടത്തെ അഭിസംബോധന ചെയ്യേണ്ടത് തന്നെയായിരുന്നു. അത് ഉണ്ടായിട്ടില്ല എന്നുള്ളത് വിമർശനാത്മകമായി കാണേണ്ടതുണ്ട്. ബിനോയ് രാജനിലേക്കാണ് ഞാൻ പോകുന്നത്. ശ്രീ ബിനോയ് രാജൻ, ഇടതുപക്ഷം സ്വീകരിക്കുന്ന അതേ നിലപാട് തന്നെയാണോ ഈ ബജറ്റിനോട് BJP-ക്കുള്ളത്? ഈ പ്രതിസന്ധി സൃഷ്ടിക്കുന്നതിന് പിന്നിൽ കേന്ദ്രമാണെന്നുള്ള ആരോപണങ്ങളിൽ എന്താണ് മറുപടി? വളരെ പെട്ടെന്ന് നോക്കൂ, ഇവിടെ കേരളത്തിലെ എന്ത് സംഭവം നടന്നു കഴിഞ്ഞാലും അതിന്റെ ഭാഗമായിട്ട് പുട്ടിന് പേര് ഇടുന്ന പോലെ ഒരു മോഡി വിരോധവും അല്ലെങ്കിൽ ഒരു കേന്ദ്ര വിമർശനം വേണമെന്നുള്ള ഒരു ആചാരമായിട്ട് മാറിയിരിക്കുകയാണ്. പക്ഷെ നിങ്ങൾ ആചാരമായിട്ട് അത് നടത്തുമ്പോൾ ഒരു കാര്യം ഓർക്കണം, ഈ ലോക യുദ്ധത്തിനിടയിൽ റെക്കോർഡുമായിട്ട് ഇന്ത്യ ലോകരാജ്യങ്ങളെ അമ്പരപ്പിച്ചിരിക്കുകയാണ്. കാരണം $4.7 ബില്യൺ കറണ്ട് അക്കൗണ്ട് മിച്ചമായിട്ട് ഇന്ത്യ മുന്നേറുന്ന ഒരു സാമ്പത്തിക ശക്തിയായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പം കേന്ദ്ര ഗവൺമെന്റിന്റെ കയ്യിലെ പൈസയുണ്ട്. ഒരു ആചാരത്തിന് നിങ്ങൾ വിമർശിച്ചോളൂ, പക്ഷേ സ്വകാര്യ നിക്ഷേപത്തെയൊക്കെ ഇപ്പോഴും ഈ വിമർശിക്കുകയും അതിനെ ആക്ഷേപിക്കുകയും ചെയ്യുന്ന കമ്മ്യൂണിസ്റ്റുകൾ ഒരു കാര്യം അറിയണം, ഈ സ്വകാര്യ നിക്ഷേപം എന്ന് പറയുന്നത് തൊട്ടുകൂടാത്ത തീണ്ടിക്കൂടാത്ത കാര്യങ്ങളൊന്നുമല്ല. കാരണം നിങ്ങൾ തന്നെ ഒരു ശ്രീനിവാസനെ അടിച്ചിട്ടത് വിദ്യാഭ്യാസ മേഖലയിൽ സ്വകാര്യ നിക്ഷേപത്തിനാണ്. അവസാനം നിങ്ങൾ ഇറങ്ങിപ്പോകുന്നതിന് മുമ്പ് സ്വകാര്യ മേഖലയിൽ ഈ വിദ്യാഭ്യാസ മേഖലയിൽ സ്വകാര്യ നിക്ഷേപം അനുവദിച്ചു എന്നുള്ളതാണ് വിരോധാഭാസം. പിന്നെ കോൺഗ്രസിന്റെ പ്രതിനിധിയോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ഈ പ്രകടനത്തില് ഈ ബഡ്ജറ്റില് ജെൻസി സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്നു. നിങ്ങൾ ഓർക്കുക, അവിടെ ഇതിനകത്ത് പ്രധാനമായിട്ടും പറയുന്ന AI ആണ്. ഈ ഡൽഹിയിൽ ഒരു AI സമ്മിറ്റ് നടന്നപ്പോഴേ രാഹുൽ ഗാന്ധി പറഞ്ഞു വിട്ട ഗുണ്ടകൾ ഈ ലോകത്തിന് മുന്നേ ഇന്ത്യ നാണം കെടുത്താൻ അവിടെ നടത്തിയ അക്രമത്തിന് നിങ്ങൾ സാങ്കേതിക പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കുകയാണ്. ഒപ്പം സമയക്കുറവുണ്ട്. ബിനോയ് രാജൻ എന്നോട് ക്ഷമിക്കണം. എന്തായാലും ഈ ചർച്ച അവസാനിപ്പിക്കേണ്ട സമയമായിരിക്കുന്നു. വലിയ സ്വപ്ന പദ്ധതികൾ മുന്നോട്ട് വെച്ചിരിക്കുന്നു VD സതീശൻ സർക്കാർ. എങ്ങനെ സാധ്യമാകും എന്നത് കണ്ടറിയേണ്ടതുണ്ട്. VD സതീശൻ സർക്കാർ പ്രാവർത്തികമാക്കി കാണിക്കേണ്ടതുണ്ട് അത് എന്നാണ് നമുക്കും പറയാനുള്ളത്. മിഡിൽ ഈസ്റ്റ് ഡിബേറ്റ് പൂർണ്ണമാവുകയാണ്.